നമസ്തേ. ഇന്ന് ശ്രീരാമോദന്തത്തിലെ 4-ാമത്തെ ശ്ലോകത്തെ നമുക്ക് നോക്കാം. ആദ്യം ശ്ലോകം ഒന്ന് വായിക്കാം. രാവണോ മാനുഷാദന്യൈരവധ്യത്വം തഥാത്മനഃ നിർദേവത്വേച്ഛയാ നിദ്രാം കുംഭകർണോ വൃണീത ച. ഒന്നും കൂടി. രാവണോ മാനുഷാദന്യൈരവധ്യത്വം തഥാത്മനഃ നിർദേവത്വേച്ഛയാ നിദ്രാം കുംഭകർണോ വൃണീത ച. ഇതിന്റെ പദച്ഛേദം: രാവണഃ മാനുഷാത് അന്യൈഃ അവധ്യത്വം തഥാ ആത്മനഃ നിർദേവത്വേച്ഛയാ നിദ്രാം കുംഭകർണഃ അവൃണീത ച. ഇവിടെ രാവണോ എന്നാകുന്നത്, ഇവിടെ രാവണഃ എന്നതിലെ വിസർഗത്തിനെ നമ്മൾ ഉത്വം കൊടുക്കുമ്പോഴാണ് രാവണോ എന്നാകുന്നത്. പിന്നെ മാനുഷാദന്യൈ അല്ലെ, അവിടെ മാനുഷാത്ത് എന്നാണ്. പിന്നെ അന്യന്നുണ്ട്, ത പ്ലസ് ആ, അവിടെ ദകാരം വന്നിരിക്കുകയാണ് അല്ലെ, ജഷ്ത്വസന്ധി അവിടെ വന്നിരിക്കുകയാണ്. അതേപോലെ അന്യൈരവധ്യത്വം, അവിടെ അന്യൈഹി എന്നാണ്. വിസർഗത്തിന് എന്ത് കൊടുത്തു? രേഫം കൊടുത്തു. ഓക്കെ, അപ്പൊ അവിടെ വിസർഗസന്ധി. പിന്നെ അവധ്യത്വം അങ്ങനെ തന്നെയാണ്. തഥാത്മനഃ, തഥാ ആത്മനഃ, ഇവിടെ ആ അധികം ആ സവർണ ദീർഘസന്ധി കൊടുത്തിട്ടാണ് ഇവിടെ തഥാത്മനഃ എന്നാവുന്നത്. പിന്നെ നിർദേവത്വേച്ഛയ നിദ്രാം. പിന്നെ കുംഭകർണഃ, ഇവിടെ നോക്കൂ, കുംഭകർണോ വൃണീത ച. കുംഭകർണഃ എന്നതിലെ ഈ വിസർഗത്തിനെ ഉത്വം കൊടുത്തു കഴിഞ്ഞാല് അപ്പൊ അവിടെ കുംഭകർണോ എന്നാവും. അപ്പോൾ ഓകാരം വന്നു കഴിഞ്ഞാലും അതിനുശേഷം ഹ്രസ്വമായ അകാരം ഉണ്ടെങ്കിലും അവിടെ നമുക്ക് എന്ത് കൊടുക്കാം? ഈ പൂർവരൂപ സന്ധി അവഗ്രഹ ചിഹ്നം ഉപയോഗിച്ചിട്ട് നമുക്ക് കൊടുക്കാം. അപ്പൊ ഇതെല്ലാമാണ് പദച്ഛേദം, സന്ധികൾ. ഇനി അന്വയം. അന്വയഃ: രാവണഃ അന്യൈഃ മാനുഷാദ് അവധ്യത്വം അവൃണീത തഥാ കുംഭകർണഃ ആത്മനഃ നിർദേവത്വേച്ഛയാ നിദ്രാം ച അവൃണീത. ഇവിടെ അവൃണീത എന്നത് ഒരു തവണയെ എഴുതിയിട്ടുള്ളൂ. പറഞ്ഞപ്പോൾ 2 തവണ പറഞ്ഞാൽ മാത്രമേ ആ ഒരു അർത്ഥം അവിടെ വരികയുള്ളൂ. ഓക്കെ, രാവണൻ മനുഷ്യന്മാരിൽ നിന്നും മരണം സ്വീകരിക്കാൻ പാടില്ല എന്ന വരത്തെ സ്വീകരിക്കുകയും അതേപോലെ കുംഭകർണൻ തൻ്റെ നിർദേവത്വ ഇച്ഛയ, നിർദേവത്വം എന്നാണ് ആഗ്രഹം ഉണ്ടായിരുന്നത് വരം സ്വീകരിക്കാൻ. പക്ഷേ എന്താണ് കുംഭകർണൻ വരിച്ചത്? നിദ്രയെ വരിച്ചു. അപ്പൊ ഇവിടെ രാവണൻ മനുഷ്യന്മാരിൽ നിന്നും മരിക്കാൻ പാടില്ല എന്ന വരത്തെയും കുംഭകർണൻ നിർദേവത്വം എന്ന ഇച്ഛയോടുകൂടി നിദ്രയെയുമാണ് വരിച്ചത്. ഓക്കെ, നമുക്ക് കഥ അറിയാം, ഈ കുംഭകർണന്റെ കഥ. അദ്ദേഹം ഇന്ദ്രാസനമാണ് ആഗ്രഹിച്ചത്. അതാണ് ഈ നിർദേവത്വം, അതായത് ദേവന്മാരുടെ അഭാവം, എങ്കിൽ മാത്രമേ ഇന്ദ്രാസനം കിട്ടുകയുള്ളൂ അല്ലെ. അങ്ങനെ ഇന്ദ്രാസനം ആഗ്രഹിച്ച കുംഭകർണനെ എന്താണ് കിട്ടിയത്? നിദ്രയാണ് കിട്ടിയത്. അത് നിർദേവത്വം എന്നത് നിദ്രാവത്വം എന്നായി എന്താ പറയുക, വരം സ്വീകരിക്കുകയാണ് ചെയ്തത്. അവിടെ ആ സമയത്ത് കഥ എല്ലാവർക്കും അറിയാം. സരസ്വതി ദേവി നാവിൽ വന്ന് ഇരുന്ന് ആ ഒരു മാറ്റം വരുത്തിയതാണ്. ഓക്കെ, അപ്പൊ അതാണ് ഈ ഒരു
ശ്ലോകത്തിന്റെ അന്വയം. ഇനി ഇവയുടെ ക്രിയാപദത്തെ കണ്ടെത്തി അതിലൂടെ നമുക്ക് ചോദ്യങ്ങളെ ചോദിച്ച് കർമ്മത്തെയും ക്രിയയെയും കർമ്മത്തെയും കർത്താവിനെയും നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, ക്രിയ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ്? അവൃണീത, വരിച്ചു എന്നാണ്. ഇവിടെ അവൃണീത എന്ന് പറയുമ്പോൾ വൃ ധാതുവിന്റെ, അതായത് ലങ് ലകാരത്തിന്റെ പ്രഥമ പുരുഷ ഏകവചനമാണ്. ആത്മനേപദ ക്രിയാപദമാണ്. അപ്പോ ചോദ്യം എങ്ങനെ ചോദിക്കാം? വരിച്ചു. കഹ അവൃണീത, ആരാണ് വരിച്ചത്? കഹ അവൃണീത? രാവണഃ അവൃണീത, രാവണനാണ് വരിച്ചത്. രാവണഃ കിം അവൃണീത, രാവണൻ എന്തിനെയാണ് വരിച്ചത്? രാവണഃ അവധ്യത്വം അവൃണീത, അവധ്യത്വമാണ് നേടിയത്. രാവണഃ അവധ്യത്വം കസ്മാത് അവൃണീത, രാവണഃ അവധ്യത്വം മാനുഷാത് അവൃണീത, മനുഷ്യന്മാരിൽ നിന്നും മരിക്കാൻ പാടില്ല എന്ന വരത്തെയാണ് നേടിയത്. പിന്നെ എന്താ പറയാ, അടുത്ത ഒരു സെന്റൻസ് കൂടി ഉള്ളത് കൊണ്ട് തന്നെ ആ അവൃണീത എന്നുള്ളത് ഒരിക്കൽ കൂടി ഞാൻ കൊണ്ടുവന്നു. കഹ അവൃണീത, വീണ്ടും ആരാണ് വരിച്ചത്? കുംഭകർണഃ, കുംഭകർണഃ അവൃണീത. കുംഭകർണഃ കാം അവൃണീത, എന്തിനെയാണ് വരിച്ചത്? കുംഭകർണഃ നിദ്രാം അവൃണീത, നിദ്രയെയാണ് വരിച്ചത്. കുംഭകർണഃ കയ നിദ്രാം അവൃണീത, കുംഭകർണഃ നിർദേവത്വേച്ഛയ നിദ്രാം അവൃണീത, നിർദേവത്വം എന്ന ആഗ്രഹത്തോടു കൂടി നിദ്രയെയാണ് വരിച്ചത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, ക്രിയ അവൃണീത, ക്രിയ ചെയ്യുന്ന ആൾ ആരാണ്? രാവണഃ, കർത്തൃപദം. ഇവിടെ എന്താ പറയാ, ക്രിയയിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണോ അത് കർമ്മം എന്ന് പറഞ്ഞാൽ ഇവിടെ അവധ്യത്വം എന്നത് കർമ്മം. അതേപോലെ ഇവിടത്തെ ക്രിയ അവൃണീത തന്നെയാണ്. കുംഭകർണനാണ് ഇവിടത്തെ കർത്തൃപദം. കുംഭകർണൻ കർത്തൃപദമാവുമ്പോൾ കുംഭകർണൻ ആഗ്രഹിച്ചത് എന്താണ്? നിർദേവത്വമാണ് ആഗ്രഹിച്ചത്, പക്ഷെ ലഭിച്ചത് നിദ്രയാണ്. അപ്പൊ നിദ്രാം എന്നത് കർമ്മപദം. ഓക്കെ, പിന്നെ ക്രിയ കർത്ത കുംഭകർണൻ, നിദ്രാം കർമ്മപദം. ഓക്കെ, അപ്പോൾ കർത്ത ക്രിയ കർമ്മം ക്ലിയർ ആയി. പിന്നെ ഉള്ള പദങ്ങൾ എന്ന് പറഞ്ഞാൽ അന്യൈഹി എന്നുണ്ട്, ആത്മനഹ എന്നുണ്ട്. അത് കുഴപ്പമില്ല, കാരണം നമുക്ക് അവിടെ കസ്യ എന്ന് വെച്ചിട്ട്, കാരണം ആരുടെയാണ് എന്ന് വെച്ചിട്ടുള്ള ചോദ്യത്തിന് വേണ്ടിയിട്ടാണ് ആത്മനഹ എന്ന് ചോദിച്ചിരിക്കുന്നത്. പിന്നെ അന്യൈഹി എന്നുള്ളതും അതും ഒരു എന്താ പറയുക, മനുഷ്യന്മാരിൽ നിന്നും അന്യന്മാരാൽ വധിക്കപ്പെടാൻ പാടില്ല എന്നൊരർത്ഥത്തിലാണ് അവിടെ അന്യൈഹി കൊടുത്തിരിക്കുന്നത്. അവിടെ വേണമെങ്കിൽ നമുക്ക് അന്യൈഹി എന്ന് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അവിടെ കൈഹി എന്ന് നമുക്ക് വെച്ച് ചോദ്യം ചോദിച്ചാൽ മതി. അതുപോലെ ആത്മനഹ എന്ന ഭാഗത്ത് കസ്യ എന്ന് വെച്ചിട്ട് ചോദ്യം ചോദിച്ചാൽ മതി. ഓക്കെ, പക്ഷെ നമുക്ക് ഈ ഒരു അന്വയ രചനയിൽ കർത്താവിനെ, കർമ്മത്തെ, ക്രിയയെ ഇത് മാത്രമേ കൂടുതലായിട്ട് നമുക്ക് പ്രാധാന്യം വരുന്നുള്ളൂ. ബാക്കിയുള്ള പദങ്ങളെ നമുക്ക് ചേർത്തി എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി ഇതിലുള്ള ഓരോ പദങ്ങളുടെയും അന്തലിംഗ വചന വിഭക്തി, അതായത് നാമപദമാണെങ്കിൽ അന്തലിംഗ വചന വിഭക്തി, ക്രിയാപദമാണെങ്കിൽ ധാതുലകാര പുരുഷവചന പദം, ഇവയെല്ലാം നമുക്ക് നോക്കണം. അപ്പൊ അത് ഇന്ന് ഞാൻ പറയുന്നില്ല. ഇതിലുള്ള ഓരോ പദത്തിൻ്റെയും നാമപദമാണെങ്കിൽ അന്തലിംഗ വചന വിഭക്തി എല്ലാവരും ഒന്ന് നോട്ടിൽ എഴുതി വെക്കാൻ ശ്രമിക്കൂ. ഇത് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇതിലുള്ള ഓരോ പദത്തിൻ്റെയും അന്തലിംഗ വചന വിഭക്തി ഞാൻ എഴുതി പോസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും സ്വയം ഒന്ന് എഴുതാൻ ശ്രമിച്ചു നോക്കൂ. ഓക്കെ, ധന്യവാദ.